പണ്ട് ഒരു ഗ്രാമത്തിൽ രാജുവും രാമുവും കിട്ടുവും രാധയും വളരെ സൗഹൃദത്തിലായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജു രാമുവിനോടും രാധയോടും പറഞ്ഞു, നാളെ ഹോളിയാണ്, നമുക്ക് കിട്ടുവിന്റെ വീട്ടിൽ പോയി അവനെ നിറങ്ങളിൽ മുക്കാം. രാമുവും രാധയും രാജുവിനോട് പറഞ്ഞു, ശരി, നമുക്ക് അത് ചെയ്യാം. പിറ്റേന്ന് കിറ്റിനെ എങ്ങനെ വരയ്ക്കണമെന്ന് മൂവരും ആലോചിച്ചുകൊണ്ടിരുന്നു. ഉടനെ രാജു അവരോട് പറഞ്ഞു, താൻ കിറ്റിന്റെ വീടിൻ പിന്നിലുണ്ടാകുമെന്ന്. നിങ്ങൾ രണ്ടുപേരും പോയി കിറ്റിനെ വീട്ടിൽ നിന്ന് വിളിക്കണം. കിറ്റിന്റെ വീടിന്റെ പിന്നിൽ നിന്ന് വന്നാൽ ഞാൻ കിറ്റിനെ പിടിക്കാം. പിന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കിറ്റിന് പെയിന്റ് ഇട്ടു ഹോളി കളിക്കാൻ ഗ്രാമത്തിലേക്ക് പോകും. പിന്നെ രാമുവും രാധയും പറഞ്ഞു, ശരി. ഹോളി ദിനത്തിൽ അവർ കിട്ടുവിന്റെ വീട്ടിൽ പോയി വിളിക്കാൻ തുടങ്ങി. ജനാലയിലൂടെ അവരെ നോക്കി കിട്ടു പറഞ്ഞു, അവർ എന്നെ നിറങ്ങൾ കൊണ്ട് വരയ്ക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ആദ്യം അവ വരയ്ക്കണം. അവൻ വീടിൻ പിന്നിൽ നിന്ന് പോയി. വീടിന് പിന്നിൽ ഒളിച്ചിരുന്ന രാജു കിട്ടുവിനെ പിടിച്ചുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. ഉടനെ രാമുവും രാധയും പോയി കിച്ചുവിനെ നിറങ്ങൾ കൊണ്ട് മൂടി. പിന്നീട് എല്ലാവരും പരസ്പരം നിറങ്ങൾ കൊണ്ട് വരച്ചു. കിട്ടുവിന്റെ അമ്മ എല്ലാവരെയും നിറങ്ങൾ കൊണ്ട് വരച്ച ഹോളി ഉത്സവത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് എല്ലാവരും ഗ്രാമത്തിലേക്ക് പോയി അവരുടെ സംപ്രായക്കാരോടും മുതിർന്നവരോടും ഒപ്പം കളികളും പാട്ടുകളും കളിച്ച് ഹോളി ആഘോഷിച്ചു. Please subscribe my channel for more videos.